Hi. I asked my family and friends to ask me random questions and I've sorted out to answer it in the video. Yes. So first question, എൻ്റെ ഒരു ന്യൂ ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് സെൽഫ് ഇൻട്രോ എന്നാണ്. സെൽഫ് ഇൻട്രോ പറയുകയാണെങ്കിൽ മൈ നെയിം ഈസ് സൂര്യ മോഹൻദാസ്. ഐ എം 23 years old. ഇത് ഇൻ്റർവ്യൂ ഒന്നുമില്ലല്ലോ, അപ്പോൾ പിന്നെ ക്വാളിഫിക്കേഷൻ ഒന്നും പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അത്രേ ഉള്ളൂ. ലാസ്റ്റ് ഇട്ടേക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ ChatGPT ആദ്യം ചോദിച്ചത് എന്നോട് ഞാനത് ചെയ്യാൻ പോവാണ്. അപ്പോൾ എൻ്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു, ഇഫ് യു കുഡ് ക്രിയേറ്റ് എ റോൾ ദാറ്റ് എവരി വൺ ഇൻ ദ വേൾഡ് ഹാഡ് ടു ഫോളോ ഫോർ 1 day, വാട്ട് വുഡ് ഇറ്റ് ബി ആൻഡ് വൈ? എനിക്കിങ്ങനെ ഒരു റോൾ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ നമ്മൾ ആരെയും ജഡ്ജ് ചെയ്യാതെ ഒരു ദിവസം പോകാൻ പറയും, സ്വന്തം കാര്യം മാത്രം നോക്കിയിട്ട്. വൈ എന്ന് ചോദിച്ചാൽ ആ സ്വന്തം കാര്യം മാത്രം നോക്കി മറ്റുള്ളവരുടെ ബിസിനസ്സിൽ ഇടപെടാതിരുന്നാൽ കിട്ടുന്ന ആ ഒരു പീസ് ഓഫ് മൈൻഡ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരെ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാൻ പോകത്തില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. സോ അതുകൊണ്ട് അതായിരിക്കും ഞാൻ സെറ്റ് ചെയ്യുന്ന റോള്. സ്വന്തം കാര്യം നോക്കുക, മറ്റുള്ളവരെ നോക്കാതിരിക്കുക, ജഡ്ജ് ചെയ്യാതിരിക്കുക ഓഫ് കോഴ്സ്. പിന്നെ എൻ്റെ ഐശ്വര്യ ചോദിച്ച എൻ്റെ ചോദ്യമാണ്, ഹൂ ആം ഐ ടു യു? ഞാൻ തൻ്റെ ആരാന്നാണ് ചോദിച്ചത്. നീ എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഫ്രണ്ട്സിലൊരാളാണ്. പിന്നെ വളരെ കാലം കൂടി എനിക്ക് സ്വന്തമായിട്ട് കിട്ടിയ ഒരു കൂട്ടുകാരിയാണ്. എൻ്റെ +2 ലൈഫ് വരെ എനിക്ക് ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, പക്ഷേ എൻ്റെ സ്വന്തമായിട്ടെന്ന് പറയാൻ എനിക്ക് ആരുമില്ലായിരുന്നു. ഞാൻ ഗ്രൂപ്പുകൾ മാറി മാറി നടക്കുമായിരുന്നു. അപ്പം ഡിഗ്രിക്ക് വന്ന സമയത്ത് എനിക്ക് സ്വന്തമായിട്ട്, അതായത് ഞാൻ എന്നെ കണ്ടില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്ന അവളുടെ അടുത്ത് ആൾക്കാർ അന്വേഷിക്കും, അവളെ കണ്ടില്ലെങ്കിൽ എൻ്റെ അടുത്ത് അന്വേഷിക്കും. അങ്ങനെ ഇങ്ങനെ പിരിയാൻ പറ്റാത്ത അതായിരുന്നു. താങ്ക് യു ഫോർ യുവർ ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ദിസ് ക്വസ്റ്റ്യൻ. ഐ ലവ് ഇറ്റ്. മെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ മേഘന എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഫ്രണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്, ഹൗ ക്യാൻ യു ബി സോ ഹാപ്പി, ഗ്ലോ ആൻഡ് ഷിൽ എന്നാണ്. ഗ്ലോ ഉദ്ദേശിച്ച് എൻ്റെ സ്കിന്നിൻ്റെ ആണെങ്കിൽ എൻ്റെ ഓയിലി സ്കിന്നാണ്. ഇപ്പം ഞാൻ കുറച്ച് പൗഡറൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിരിക്കുക, പക്ഷെ അതിൻ്റെ ഒരു ഗ്ലോ ഉണ്ടാവും. പിന്നെ മേക്കപ്പിൻ്റെ. പിന്നെ ഹാപ്പിനെസ് ഞാൻ ചൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നത്. പിന്നെ ഡെഫിനറ്റ്ലി വേറൊരാൾ എൻ്റെ അടുത്ത് ഹാപ്പി അല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഇരിക്കുന്ന ഒരാൾ ഹാപ്പി അല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ കുറച്ചും കൂടെ ഓക്കെ ആയിട്ട് അവരെ ഹാപ്പി ആക്കാൻ ശ്രമിക്കുമല്ലോ, നമ്മുടെ ലൈഫ് ഏതാണ്ട് പെർഫെക്റ്റ് ആണെന്നുള്ള രീതിയിൽ. അങ്ങനെയുള്ളൂ. ഞാൻ ആരോട് ബേസിക്കലി പറയാം, ഞാൻ മേഘനോട് പറയുന്നത്. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ. അല്ലാതെ എല്ലാവരും ഹാപ്പി അല്ല. ഞാൻ ഹാപ്പി ആയിട്ടിരിക്കാൻ ചൂസ് ചെയ്യുന്ന ഒരാളാണ്, അതുകൊണ്ടാണ് ഞാൻ ഹാപ്പി. പിന്നെ ചില്ലിൻ്റെ കാര്യം പറയണല്ലോ, ചില്ലാണ്. നമ്മൾ നാച്ചുറലി ചില്ലാണ്. എൻ്റെ അമ്മയൊക്കെ ഭയങ്കര ചില്ലാണ്, അത് ഞാനും അതിൻ്റെ അപ്പുറം ചില്ലാണ്. എൻ്റെ ചേച്ചി എല്ലാവരും ചില്ലാണ്. കുടുംബക്കാരെ ഞങ്ങൾ മൊത്തത്തിൽ ഒരു ചിൽ പേഴ്സൺസാണ്, അതുകൊണ്ട് ചിൽ പീപ്പിൾ, അതുകൊണ്ടായിരിക്കും ചില്ലായിട്ടിരിക്കുന്നത്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഓർത്ത് വിഷമിക്കാനാണെങ്കിലും അതിനും വേണമൊരു ബുദ്ധി, അതെനിക്കില്ല. ഭാഗ്യം. പിന്നെ ആനന്ദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രണ്ടുണ്ട്, അവൻ എൻ്റെ അടുത്ത് ചോദിച്ചത് ഹൗ ആർ യു എന്നാണ്. ഐ എം സോ ഹാപ്പി യു ആസ്ഡ്. ഐ എം ഫൈൻ, ഡൂയിങ് റിയലി വെൽ. പിന്നെ എൻ്റെ ബ്രദർ, എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് ചോദിച്ചിരിക്കുന്ന ചോദ്യം, ലിയോ ചേട്ടേ, വാട്ട് ഡു യു മിസ് ദ മോസ്റ്റ് ഫ്രം യുവർ ചൈൽഡ്ഹുഡിൽ നിന്ന് നമ്മൾ എന്താ ഏറ്റവും മിസ് ചെയ്യുന്നത്? അതെല്ലാവരും മിസ് ചെയ്യുന്ന പോലെ തന്നെ ക്ലിയർ സ്കിൻ, പൈസ, ഫുഡ് എന്താണെങ്കിൽ കഴിക്കാം. പിന്നെ വെയിറ്റ് 21-25 കിലോയൊക്കെ ഉള്ളായിരുന്നു. അങ്ങനത്തെ സാധനം ഒരു റീലിനകത്ത് കാണത്തില്ലേ, അതെല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ ആ ചെറുപ്പമായിരുന്നാൽ മതിയായിരുന്നു എന്ന് പറയുന്ന കുറേ റീസൺസ് കാണുമല്ലോ, അതൊക്കെയാണ് ഞാൻ മിസ് ചെയ്യുന്നത്. ബില്ലടയ്ക്കണ്ട, ഇങ്ങനെ എന്നെ എവിടെ ചെന്നാലും അറ്റൻഷൻ കിട്ടും. ഇപ്പോഴൊക്കെ അറ്റൻഷൻ കിട്ടണമെങ്കിൽ നമ്മൾ കഷ്ടപ്പെടണം കുറേ. അതുകൊണ്ട് പിന്നെ എനിക്കൊരു കിട്ടിയ ക്വസ്റ്റ്യൻ എൻ്റെ ഒരു ഫേവറേറ്റ് പേഴ്സൺ ചോദിച്ചതാണ്, വാട്ട്സ് എ ക്വസ്റ്റ്യൻ യു വിഷ് വൺ ഓഫ് യുവർ ഫേവറേറ്റ് പേഴ്സൺ ആസ്ക്ഡ് ബട്ട് ദേ നെവർ ഡിഡ്? ഞാൻ അങ്ങനെ എൻ്റെ ഫേവറേറ്റ് പേഴ്സൺസ് എന്നോട് എന്തെങ്കിലും ആസ്ക് ചെയ്യണമെന്നൊന്നും ആഗ്രഹിച്ചില്ല, പക്ഷെ ആരെങ്കിലും എന്നോട് സ്കിൻ കെയർ റൂട്ടീൻ അല്ലെങ്കിൽ സ്കിൻ കെയർ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ഒരു മനുഷ്യൻ പോലും എന്നോട് ചോദിച്ചില്ല. ദാറ്റ്സ് മൈൻ. പിന്നെ ദെയർ ഇസ് എ ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻ. അനുപ്രിയ എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഫേവറേറ്റ് ഫ്രണ്ട്, അവൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് ഫേവറേറ്റ് പ്ലേസ് ടു ഗോ ആൻഡ് റിലാക്സ്. എനിക്ക് കടലുകളാണ് ഭയങ്കര ഇഷ്ടം. കടലിൽ പോയിരുന്നാൽ എനിക്ക് എത്ര നേരം വേണം, കടലിലല്ല കടലിൻ്റെ തീരത്ത് പോയിരുന്നാൽ എനിക്ക് എത്ര നേരം വേണമെങ്കിലും അവിടെ ഇരിക്കാം എന്നുള്ളതാണ്. എൻ്റെ ലൈഫിൽ ഞാനൊരു 10ൽ കുറവ് തവണ കടൽ കണ്ടിട്ടുള്ളൂ, പക്ഷേ എൻ്റെ ഫേവറേറ്റ് അതാണ്, റിലാക്സ് ചെയ്യാനൊക്കെ. കംഫോർട്ട് ഫുഡ് അത് ചിക്കനാണ്. ചിക്കൻ
എന്തെങ്കിലുമൊക്കെ ആക്കി തന്നാലും ചിക്കൻ എനിക്കിഷ്ടമാണ്. മേക്കപ്പ് പ്രോഡക്ട്സ് ഫേവറേറ്റ്സ്, അത് യൂഷ്വലി എനിക്ക് ലിപ്സ്റ്റിക്, ബ്ലഷ്, ഐഷാഡോ, എല്ലാം എൻ്റെ ഫേവറേറ്റ്, എനിക്കെല്ലാം ഇഷ്ടമാണ്. പക്ഷേ ഇതാണ് മെയിൻ. പിന്നെ ക്യാറ്റ്സ് ഓർ ഡോഗ്സ്. അവൾ എൻ്റെ അടുത്ത് ക്യാറ്റ്സ് പറയണമെന്നാണ് പറഞ്ഞത്, പക്ഷേ ഡോഗ്സാണ്. അല്ലെങ്കിൽ ഇക്രു, അയ്യോ എനിക്ക് ഡോഗ്സാണ്. ക്യാറ്റ്സ് ഇഷ്ടമാണ്, പക്ഷെ ഭയങ്കര ആറ്റിറ്റ്യൂഡാണ്. ഓക്കെ, ഡു യു ഹാവ് എ പ്ലേലിസ്റ്റ്? പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാനായിട്ട് പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ല, പക്ഷേ ഓൾറെഡി സ്പോട്ടിഫൈയിലുള്ള കുറച്ച് പ്ലേലിസ്റ്റ് ആണല്ലോ. അതിനകത്ത് എൻ്റെ മെയിൻ കിടക്കുന്നതാണ് ബാഡ് ബിച്ച് എനർജി, കാം, സ്ട്രെസ് റിലീഫ്, മൈൻഡ് സെറ്റ് പോഡ്കാസ്റ്റ്, പിന്നെ ടുഡേയ്സ് ടോപ്പ് ലിസ്റ്റ്, ഓൾ ഔട്ട് ഓഫ് 90s മലയാളം, അങ്ങനെ കുറച്ച് പ്ലേലിസ്റ്റാണ് കിടക്കുന്നത്. യെസ്, നല്ല ക്വസ്റ്റ്യൻസ് കൊള്ളാം. ഇതിൽ ആൻസർ ഉണ്ട്. യുവർ കൺസെപ്റ്റ്സ് അബൌട്ട് യുവർ ഫ്യൂച്ചർ ഹസ്ബൻഡ്. caring, handsome. I don't have a future husband concept. എനിക്കൊരു ഹോപ്പ് പോലുമില്ല ഫ്യൂച്ചർ ഹസ്ബൻഡ്സിന്. ഓക്കെ, ഇതിനെനിക്ക് നല്ലൊരു ആൻസർ ഇല്ല. ഹോപ്പ് യു ആർ ഡിസപ്പോയിൻറ്റഡ്. ഐ എം സോറി. ബൈ. താങ്ക് യു. പക്ഷേ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം കൊള്ളായിരുന്നു. പിന്നെ എൻ്റെ സിസ്റ്റർ സാന്ദ്ര എൻ്റെ അടുത്ത് ചോദിച്ചിരിക്കുന്ന ചോദ്യം, ഹൗ ഹാസ് ലൈഫ് ബീൻ വിത്തൗട്ട് യുവർ സിസ്റ്റർ? എൻ്റെ ആൾ ഉദ്ദേശിച്ചത് കല്യാണം കഴിഞ്ഞ് എൻ്റെ ചേച്ചി പോയി കഴിഞ്ഞപ്പോൾ തൊട്ടുള്ള എൻ്റെ ലൈഫായിരിക്കും. ഇറ്റ്സ് ബീൻ വെരി ഡിഫിക്കൽട്ട്. ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ മാനസിക നില എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ആഫ്റ്റർ യുവർ മാരേജ് ആണ്. ആൻഡ് ഞാൻ എന്തോരം താങ്കളെ സ്നേഹിച്ചിരുന്നു എന്നും താങ്കളുടെ പ്രസൻസ് എനിക്ക് എന്തോരം ധൈര്യമായിരുന്നു എന്നുള്ളതും എനിക്ക് മനസ്സിലായത് താങ്കളുടെ മാരേജിന് ശേഷമാണ്. ആൻഡ് അത് പറയാൻ പോയാൽ നമ്മൾ സീരിയസ് ആകും, കരയും, എനിക്കെന്താ തോന്നില്ല. പക്ഷെ കല്യാണം നല്ലൊരു കാര്യമാണ്, പക്ഷെ നമ്മുടെ കൂടപ്പിറപ്പുകളുടെ കാര്യം എന്തോ വ്യത്യാസം ഉണ്ടായിരുന്നു. നല്ല ഹാർഡാണ് സാന്ദ്രയില്ലാത്ത ലൈഫ്, നല്ല പാടാണ്. ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നു, ഞാനൊരു ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പ് എൻ്റെ സൈഡിലിങ്ങനെ പോയിക്കൊണ്ടിരുന്നത് കാരണം എനിക്കതിനൊരു വാല്യൂ ഇല്ലായിരുന്നു. പക്ഷേ അത് പോയി കഴിഞ്ഞപ്പം ഞാൻ ഭയങ്കരമായിട്ട് ക്രേവ് ചെയ്യുന്നുണ്ട്. ഐ മിസ് യു. നല്ല ക്വസ്റ്റ്യൻ, താങ്ക് യു. പിന്നെ എൻ്റെ റൂമിൽ ഈ കലണ്ടറിൻ്റെ ഉടമയായിട്ടുള്ള ഷൈൻ ചേച്ചി ചോദിച്ച ചോദ്യമാണ്. കുറേ ചോദ്യമുണ്ട്, അല്ല 2-3 ചോദ്യമുണ്ട്. ഹു വാസ് യുവർ ഫസ്റ്റ് ഫ്രണ്ട് ആൻഡ് ആർ ദേ സ്റ്റിൽ ഇൻ യുവർ ലൈഫ്? എൻ്റെ ഫസ്റ്റ് ഞാൻ പണ്ടിങ്ങനെ ബെസ്റ്റ് ഫ്രണ്ടാന്ന് പറഞ്ഞുകൊണ്ടിരുന്ന എൻ്റെ ഒരു അമ്മു എന്ന് പറഞ്ഞിട്ടൊരു കൂട്ടുകാരിയുണ്ട്. അവൾ ഇപ്പോഴും എൻ്റെ ലൈഫിലുണ്ട്. അതാണ് ഇപ്പോഴും അങ്ങനെ പണ്ടത്തെ ബോണ്ടും അഡൽട്ട്സ് ആയിട്ട് തന്നെ ഞങ്ങൾ കൂട്ടായിട്ടില്ല. ആ ഒരു 7ാം ക്ലാസ് 10ാം ക്ലാസ്സൊക്കെ വരെ അത്യാവശ്യം കമ്പനി ഉണ്ടായിരുന്നു, അതുവരെയുള്ള കൂട്ടൊക്കെ ഉള്ളായിരുന്നു. പിന്നെ വല്ലപ്പോഴും റാൻഡമായിട്ടൊക്കെ ഇൻസ്റ്റയിലൊക്കെ അങ്ങനെ. പിന്നെ അത്ര ഉള്ളത്. അമ്മൂനോട് ഞാൻ ചോദിച്ചായിരുന്നു, അവളെന്നോട് ചോദ്യം ചോദിച്ചില്ലെന്നോ. ഓക്കെ, ഡു യു ലൈക്ക് ടു റീചാർജ് അലോൺ ഓർ അറൗണ്ട് അതർ പീപ്പിൾ? ഇപ്പം ഞാൻ റീസെൻ്റ്ലി എനിക്ക് ഇഷ്ടം ആൾക്കാരൊപ്പം പുറത്ത് പോകുന്നതൊക്കെയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ കുറേ കൂടെ ഓക്കെ ആവും. ഇതിൽ ഒറ്റയ്ക്കിരിക്കുന്നതിലും ആൾക്കാരെ കാണാൻ പോകുന്നതും എല്ലാവരോടും സംസാരിക്കുന്നതും അങ്ങനെയൊക്കെയാണ് ഞാൻ പെട്ടെന്ന് ഓക്കെ ആവുന്നത്. ഇത് കഥാപ്രസംഗം പറയും. വാട്ട്സ് യുവർ ലവ് ലാംഗ്വേജ്? അതൊരു ക്വസ്റ്റ്യനാണ്. എൻ്റെ ലവ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ വേർഡ്സ് ഓഫ് അഫർമേഷൻ, ആക്ട് ഓഫ് സർവീസ്. എൻ്റെ അടുത്ത് ഡയലോഗ് അടിച്ചിട്ടൊന്നും കാര്യമില്ല. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ചെയ്ത് കാണിക്കുകയാണെങ്കിലാണ് എനിക്കത് ഇഷ്ടപ്പെടുന്നത്. യെസ്, ആൻസർ ഉണ്ടല്ലേ. ഡിസ്ക്രൈബ് മീ ഇൻ 1 word or a sentence. Her. She's really organized person. Organized, elegant. അതാണ് എനിക്ക് പറയാനുള്ളത്. ആൻഡ് പ്രെറ്റി. കാണാൻ നല്ല ഭംഗിയാണ്. ദൈവമേ, കണ്ണ് കേട്ടല്ലോ. ഓക്കെ. പിന്നെ നല്ല ഓർഗനൈസ്ഡ് ആണ്. എന്നെയൊക്കെ എങ്ങനെ സഹിക്കുന്നത് എനിക്കറിയത്തില്ല. ഞാൻ ഈ റൂമിലെ ഒട്ടും ഓർഗനൈസ്ഡ് അല്ലാത്ത ഒരു വ്യക്തിയാണ്. ഞാൻ എവിടെയെങ്കിലും പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്, അത്രയും സാധനങ്ങൾ എൻ്റെ കട്ടിലുണ്ടാവും. പിന്നെ അങ്ങനെ ഒരു ബാധ്യതയാണ് ബേസിക്കലി. പക്ഷേ ഇവരൊക്കെ എന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഐ എം സോ ഗ്രേറ്റ്ഫുൾ. താങ്ക് യു. പിന്നെ എൻ്റെ അമ്മയുടെ ക്വസ്റ്റ്യനാണ്. അത് ഞാൻ ലൈഫിൽ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു ഓർമ്മ. അപ്പം ഏറ്റവും ഹാപ്പിയുള്ള മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ചെറിയ കാര്യങ്ങളും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഒരു ഫയർ വർക്ക്സ് കാണുന്നതും
എന്നാ ഇതുപോലെ കടൽ കാണുന്നതും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടാൽ നല്ല രാവിലത്തെ സൂര്യനെ കാണുന്നതും എല്ലാം എനിക്ക് ഹാപ്പിനെസ് തരുന്ന കാര്യമാണ്. ഇപ്പം ഞാൻ അമ്മേനെ റിലേറ്റ് ചെയ്ത് പറയാം ഹാപ്പിനെസ്. പക്ഷെ എൻ്റെ ചേച്ചി പറഞ്ഞാൽ ചിലപ്പോൾ അത് പ്രശ്നമാകുമായിരിക്കും. എന്നാലും പറയാം, പണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അമ്മ ഡ്രസ്സ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട്, എൻ്റെ ചേച്ചി യൂഷ്വലി ഭയങ്കര നാണക്കാരത്തെയാണ്, അതുകൊണ്ട് ചേച്ചിയുടെ റൂമിൽ പോയി സ്വന്തമായിട്ടൊക്കെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരത്തുള്ളൂ. ഞാൻ അടുക്കളയിൽ നിന്ന് ഡ്രസ്സൊക്കെ ഇട്ടു, എന്നിട്ട് അമ്മ എനിക്ക് ഇട്ടൊക്കെ തരുന്നത്. എന്നിട്ട് അമ്മ രണ്ടുപേരും ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കൊള്ളാം നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചി പിന്നെ കണ്ണാടിന് മുമ്പേ ഷോ കാണിക്കാൻ വേണ്ടി പോയി. അത് ഫാഷൻ ഷോ ആണല്ലോ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞിട്ട്, അതിന് പോയി. അപ്പോഴത്തേക്കും അമ്മ എൻ്റെ അടുത്ത് പറയാം, എൻ്റെ മോൻ്റെ ഡ്രസ്സാണ് കേട്ടോ നല്ലതെന്ന്. അതെനിക്ക് ഭയങ്കര ഹാപ്പിനെസ്സാണ്. അതിപ്പോൾ ഓർക്കുമ്പോഴും എനിക്ക് നല്ല ഹാപ്പിനെസ്സാണ്. സോറി സാന്ദ്ര, നോ ഓഫൻസ്. പിന്നെ മെയിൻ ഒരു സാധനമുണ്ട് ഏറ്റവും ഹാപ്പിനെസ് വരുന്നത്. അമ്മയോട് അമ്മ എനിക്ക് ഇച്ചിരി പൈസ ഇടാമെന്ന് ചോദിച്ചിട്ട് അമ്മ എനിക്ക് സൗകര്യമില്ല എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് അമ്മ പൈസ ഇടും. അപ്പം കിട്ടുന്നൊരു ഹാപ്പിനെസ് ഉണ്ട്, അത് നല്ല ഹാപ്പിനെസ്സാണ്. ഒരു കൊളീഗായിരുന്നു ആൽബിയ. അവൾ ചോദിച്ചിരിക്കുന്നത് ജിമ്മ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ, ജിമ്മിലെ ആൾക്കാരെ മിസ് ചെയ്യുന്നുണ്ടോ. ജിമ്മിൽ ഞാൻ കണ്ടിന്യൂ ചെയ്തില്ല. അവിടെ ഞാൻ ജോലി നിർത്തിയപ്പോൾ തന്നെ ആ ജിമ്മ് നിർത്തി. കാരണം അത് രണ്ടും അടുത്തായിരുന്നുകൊണ്ട് കൺവീനിയൻ്റ് ആയിരുന്നു, അത് നിർത്തി. കണ്ടിന്യൂ ചെയ്യുന്നില്ല. ജിമ്മിലെ ആൾക്കാരെ മിസ് ചെയ്യുന്നുണ്ട്. അവിടുത്തെ ആരും എനിക്ക് വലിയ ഓർമ്മയില്ല, അവരെല്ലാവരും വലിയ ദേശക്കാരായിരുന്നു, ഞാൻ ആരും മിസ് ചെയ്യുന്നില്ല. ആശാനെയൊക്കെ മിസ് ചെയ്യുന്നുണ്ട്, പുള്ളി നല്ല മനുഷ്യനായിരുന്നു. നെക്സ്റ്റ് 2 ക്വസ്റ്റ്യൻ ഉണ്ട്. സ്നേഹ എന്നോട് ചോദിച്ചിട്ടുള്ളതാണ്. അത് എൻ്റെ കൂടെ ഡിഗ്രിക്ക് ഉണ്ടായിരുന്നതാണ്. ഞങ്ങൾ ലാസ്റ്റ് ടൈമിൽ നല്ല കൂട്ടായിരുന്നു. ഒന്നും കൂടെ ജീവിക്കാൻ തോന്നിയൊരു മൊമെൻറ്റ് ഏതാന്ന് പറഞ്ഞാൽ, എനിക്ക് എപ്പോഴും ഇത് അത്യാവശ്യം ഡീപ്പ് ക്വസ്റ്റ്യനാണ്, പക്ഷേ എന്നാൽ എന്നെ റിലേറ്റ് ചെയ്ത് ഞാൻ പറയുമ്പം, നമ്മൾ ആരെങ്കിലുമായിട്ട് ശക്തമായ വഴക്കുണ്ടാക്കുകയാണെങ്കിൽ ദേഷ്യത്തിൻ്റെ പുറത്ത് നമ്മൾ കുറേ ക്രിഞ്ച് കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു, ഓക്കെ, അതെല്ലാം കഴിഞ്ഞ് ഒന്ന് ഒതുങ്ങിക്കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അപ്പം പറയാനുള്ള ഒരു പഞ്ച് ഡയലോഗ് കിട്ടും. ആ മൊമെൻ്റാണ് എനിക്ക് ഒന്നും കൂടെ ജീവിക്കാൻ തോന്നുന്നത്. അതൊക്കെ ഞാൻ എന്തോരം വിഷമിച്ചിട്ടുള്ള കാര്യം എന്നറിയാം. അതാണ് ഒന്നുകൂടെ ജീവിക്കാൻ തോന്നുന്ന മൊമെൻറ്റ്. പിന്നെ അവളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, അതായത് സ്ക്രീനിലാണ്, നിനക്കൊരു കാര്യം ചെയ്യണം, ബട്ട് അത് ചെയ്യാൻ ഇതുവരെ ചാൻസ് കിട്ടിയിട്ടില്ല. ചാൻസ് കിട്ടാത്തതിൻ്റെ റീസൺ ആൻഡ് വൈ. ഓക്കെ, മൈ മോം ഈസ് ഗോണ വാച്ച്, സോ മൂവിങ് ഓൺ. പിന്നെ കൊച്ചു എന്നോട് ചോദിച്ചിരിക്കുന്നത്, എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ് അനിറ്റ. അവൾ ചോദിച്ചിരിക്കുന്നത്, ഇഫ് യു കുഡ് റീലിവ് വൺ ഡേ ഓഫ് യുവർ ലൈഫ്, വിച്ച് ഡേ വുഡ് ഇറ്റ് ബി ആൻഡ് വൈ. ഒരു ദിവസം കൂടെ ജീവിക്കാൻ പറ്റുമെങ്കിൽ ഏത് ദിവസമായിരിക്കും? ഓക്കെ, എനിക്കിങ്ങനെ ഒരു ദിവസം ഞാൻ ഓർത്തിരിക്കുകയോ അന്നത്തെ ദിവസത്തിലേക്ക് തിരിച്ചു പോയാലോന്ന് ആഗ്രഹിക്കുന്ന ദിവസങ്ങളൊന്നും എൻ്റെ ലൈഫിലില്ല. ഓരോ ദിവസവും നല്ലതാണ് എന്നാണ് എൻ്റെ നിഗമനം. ഒരെണ്ണം കഴിഞ്ഞു പോകണമല്ലോ, അതെന്നെ ലൈഫിൻ്റെ ഫേസ് ആണല്ലോ. സോ അങ്ങനെ ഏതെങ്കിലും ഒരു ദിവസത്തിലേക്ക് പിന്നെയും ജനിക്കണം തോന്നുന്ന നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഞാൻ നല്ല മേക്കപ്പൊക്കെ ഇട്ട് പോയിട്ട് എനിക്ക് ഫോട്ടോ കിട്ടാത്ത ദിവസങ്ങളിലേക്ക് അവിടേക്ക് ഒന്നും കൂടെ ജനിച്ച് ഏതെങ്കിലും ഫോട്ടോഗ്രാഫറിനെ ഫ്രണ്ടിനെ കൊണ്ട് ഒന്നും കൂടെ ജനിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനെയാണ്, അല്ലാതെ വേറെ ദിവസമൊന്നുമില്ല. If someone made a movie about your life, what would be the title and who would play your character? അത് ഞാൻ ഇതിൻ്റെ ലാസ്റ്റുള്ള ആൻസർ, എനിക്കതിനൊരു ആൻസർ ഇല്ല ആ ക്വസ്റ്റ്യന്. ഓക്കെ, എൻ്റെ ഫേവറേറ്റ് കസിൻ സിസ്റ്റർ എന്നോട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, 2024 ഏറ്റവും കൂടുതൽ കഴിച്ച ഫുഡിൻ്റെ നെയിം. ഈ ക്വസ്റ്റ്യൻ ആദ്യം കേട്ടപ്പോൾ ഞാൻ ഓർത്തത് മന്തി എന്നാണ് ഓർത്തത്, പക്ഷെ അല്ല, നമ്മൾ ചോറും കറിയാണ് 2024 ആണെങ്കിലും ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ളത്. പിന്നെ ജിം എക്സ്പീരിയൻസ് ആൻഡ് ചേഞ്ചസ്. നമ്മൾ ഒരുമിച്ച് കുറേ നാൾ ജിമ്മിൽ പോയിരുന്നു. അപ്പം ഞാനൊരു 2 മാസം ഭയങ്കര കൺസിസ്റ്റൻ്റ് ആയിട്ട് ജിമ്മിൽ പോയായിരുന്നു. അവിടെ നിന്ന് അങ്ങനെ ഞാൻ 75 kgs ആയിരുന്നു, എനിക്കൊരു 5 kgs അങ്ങനെ കുറഞ്ഞിട്ടുണ്ട് 2 മാസം കൊണ്ട്. അപ്പോൾ ഞാൻ നല്ലതായിട്ട് ഡയറ്റ് ഫോളോ ചെയ്യായിരുന്നു. ഓക്കെ, അങ്ങനെ എൻ്റെ ഫേസിനും എനിക്ക് മൊത്തത്തിൽ എന്തൊക്കെയോ ചേഞ്ചസ് വന്നിട്ടുണ്ടെന്ന് എൻ്റെ ചുറ്റുള്ളവർ പറയും. എനിക്കങ്ങനെ തോന്നത്തില്ല, കാരണം അഹങ്കാരമായിരിക്കും ചിലപ്പം, അല്ലെങ്കിൽ ഞാൻ അത്രയും കോൺഷ്യസ് ആയിരിക്കും, അറിയത്തില്ല. ഇങ്ങനത്തെ കുറച്ച് ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ എന്നാ അത് എത്ര വന്നിട്ടുള്ളൂ, ഇനി ഞാൻ ചെയ്യണം. പിന്നെ കസിൻസായിട്ട് പണ്ട് കാണിച്ച 3 കള്ളത്തരങ്ങൾ ഒരുപാടുണ്ടല്ലോ. ഒന്ന്, നമ്മൾ വല്യമ്മയ്ക്കും വലിച്ചനൊരു കടയുണ്ടായിരുന്നു. ആ കടയിൽ നിന്ന് കിട്ടുന്ന പൈസ എടുത്തുകൊണ്ട് പോയിട്ട് അപ്പുറത്തെ കടയിൽ പോയി, നമ്മുടെ കട ബിങ്കോ ഒന്നും മേടിച്ച് വെക്കത്തില്ലായിരുന്നു, കാരണം നമ്മളെല്ലാം തിന്ന് തീർക്കുന്ന കാരണം. അപ്പുറത്തെ കടയിൽ പോയിട്ട് ആ കടയിൽ നിന്ന് ബിങ്കോ മേടിക്കും, എന്നിട്ട് അതിങ്ങനെ പല ഫ്ലേവറുകളും മേടിച്ചിട്ട് അതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഞങ്ങളെല്ലാവരും കഴിക്കും. ഞങ്ങളൊരു 4 പേരുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങളത് കഴിക്കും. ഒരു ദിവസം വല്യമ്മ അത് കണ്ടുപിടിച്ചു, പിന്നെ അത് വലിയ വള്ളിയായി. പിന്നെ രണ്ടാമത് ഒരു പ്രാവശ്യം ഞങ്ങൾ സിഗരറ്റ് വലിക്കാൻ ട്രൈ ചെയ്തു, പക്ഷെ അത് പാളിപ്പോയി. എന്നിട്ട് ഞങ്ങൾ
പേപ്പർ ഇങ്ങനെ വലിച്ചിട്ട് പേപ്പർ ഇങ്ങനെ കത്തിച്ചിട്ട് വലിച്ചിട്ട് പുകയടിച്ച് നല്ല വിളിച്ച് നാട്ടുകാരെ മൊത്തം അറിയിച്ചു. അത് പിന്നെ കള്ളത്തരം ബേസിക്കലി കുറേ കള്ളത്തരമുണ്ട്. പിന്നെ നല്ലതുണ്ട്. ഓക്കെ, ഇതെല്ലാവരും കാണും. സോ നമ്മുടെ കള്ളത്തരങ്ങൾ നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ഇതിപ്പോഴും പറയാറായിട്ടില്ല. ചെറുതിലേ കാണിച്ച കള്ളത്തരങ്ങൾ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. തള്ളവൈവായിട്ട് തോന്നിയ മൊമെൻറ്റ്സ്, എനിക്ക് തള്ളവൈവാന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് എപ്പോഴാണ്, എനിക്ക് ചില സമയത്ത് ഈ റോഡിൽ കൂടെ ഒക്കെ ഭയങ്കര സൗണ്ടിൽ വണ്ടി പോകുമ്പോൾ, കാറല്ല ബൈക്ക് ഭയങ്കര സൗണ്ടിൽ പോകുമ്പം ഭയങ്കര ഇങ്ങനെയൊക്കെ തോന്നും. അപ്പോൾ എനിക്ക് തോന്നും എന്താ ഇത് അങ്ങനെ തോന്നും. പിന്നെ എന്താ ഭയങ്കര സൗണ്ടുകളൊക്കെ കേൾക്കുമ്പോൾ ഇത്ര സൗണ്ടിൻ്റെ ആവശ്യമുണ്ടോ അങ്ങനെ തോന്നും. അപ്പോഴും തോന്നും. ശരി, തള്ളവൈബ് കൊള്ള രസമുണ്ട്. എറണാകുളം ലൈഫ് എങ്ങനെയുണ്ട്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എങ്ങനെയുണ്ട്? അമേസിങ്, റിയലി അമേസിങ്. നല്ല വെതറാണ് ഇവിടുത്തെ. അതുകൊണ്ട് ഞാൻ ഫുൾ ടൈം വേർത്തുകൊണ്ടിരിക്കുന്നു. കൂടെയുള്ള ആളെ പറ്റി 2 വാക്ക്. അതായത് ഈ കുട്ടിയുടെ ചേച്ചി പൊന്നുമാണ് എൻ്റെ കൂടെ ഉള്ളത്. സോ പൊന്നിനെ കുറിച്ച് പറയാനാണെങ്കിൽ വാക്കുകളില്ല പറയാം. പിന്നെ എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഫ്രണ്ട് ചക്കര എന്നോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം, ഹിഡൻ ടാലൻറ്റ് എന്താണെന്നുള്ളത്. എൻ്റെ ഫേവറേറ്റ് ഹിഡൻ ടാലൻറ്റ്, എനിക്ക് ഹിഡൻ ടാലൻറ്റ് ബേസിക്കലി ഞാനൊരു ആക്ടറാണ്. അതാണ് എൻ്റെ ഹിഡൻ ടാലൻറ്റ്. ഞാൻ പൊതുവെ പണ്ട് ടിക്ടോക്കിലൊക്കെ കാണിക്കുമായിരുന്നു. പിന്നെ ടിക്ടോക്ക് ബാൻ ചെയ്തപ്പം കഴിവ് പ്രകടിപ്പിക്കാൻ അവസരമില്ലാതെ ഇരിക്കുകയാണ്. അതോടെ ക്വസ്റ്റ്യൻസ് ഞാൻ എഴുതി വെച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. പക്ഷെ ഞാൻ പൊന്നിനോട് മാത്രം ഞാൻ ഡയറക്റ്റായി ക്വസ്റ്റ്യൻ ചോദിച്ചത്. എന്നോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാമോ എന്ന് ചോദിച്ചത്. അപ്പോൾ പൊന്നു എന്നോട് ചോദിച്ചത്, ഫാമിലിയും റിലേറ്റീവ്സും അല്ലാതെ എൻ്റെ ലൈഫിൽ വേണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരാൾ, ലൈഫിൽ നിന്ന് ഒരിക്കലും പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആരാണെന്നാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. അത് പ്രൈവറ്റാക്കി വെക്കാം. പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഒരാളെ ആയിട്ട് സത്യം പറഞ്ഞാൽ ഇത് പറയാനൊക്കത്തില്ല. കാരണം എനിക്ക് ഒരു സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അവരെല്ലാം എനിക്ക് ഭയങ്കര ഉപകാരമുള്ളവരാണ്. എനിക്ക് അവരോടൊക്കെ ഭയങ്കര സ്നേഹമുള്ളതാണ്. അപ്പോൾ അവരാരും പോകരുതെന്ന് എനിക്കുണ്ട്. എനിക്കിപ്പോൾ എൻ്റെ ലൈഫിലുള്ളൊരു കുറേ ആൾക്കാരുണ്ട്, അവരാരും പോകരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എസ്പെഷ്യലി മൈ ബെസ്റ്റ് ഫ്രണ്ട്. യു ഹാപ്പി? ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു, എന്നെപ്പറ്റി ഒരു മൂവി ചെയ്യുകയാണെങ്കിൽ ആരെങ്കിലും അതിൻ്റെ ടൈറ്റിലും ആരാ റോള് ചെയ്യുന്നതെന്ന്. ടൈറ്റില് സാധാരണ ഒരു ലൈഫ്, എക്സ്ട്രോർഡിനറി ആയിട്ടൊന്നും ലൈഫിൽ സംഭവിക്കുന്നില്ല. സോ സാധാരണ ലൈഫ്, അതിലകത്ത് ആരാ ആ റോള് ചെയ്യുന്നത് പറഞ്ഞാൽ ചെറുതിലെ തൊട്ടുള്ള റോള് ചെയ്യാൻ, ചെറുതിലെ തൊട്ടാണ് അത് ഒരു ഇന്ന സമയത്താണ്, എന്താണെങ്കിലും ഇത്രയും മുടിയുള്ള ബ്രൗൺ സ്കിൻഡ് ആയിട്ടുള്ള, ഇതിനകത്ത് കാണുമ്പം അത്ര ഇല്ലായിരിക്കും, പക്ഷെ നല്ല എൻ്റെ ബ്രൗൺ സ്കിന്നാണ്. ഇത് കുറച്ച് ഇതുണ്ട്, വ്യത്യാസമുണ്ട്. ബ്രൗൺ സ്കിൻഡ് ആയിട്ടുള്ള കുറച്ച് ചബ്ബിയായിട്ടുള്ള ഒരാൾ അങ്ങനെ ചെയ്യാവുള്ളൂ. അല്ലാതെ വെളുത്ത ആൾക്കാരെ കൊണ്ടുവന്ന് ടാൻ അടുപ്പിച്ച് ഇതാക്കല്ല, അങ്ങനെ ചെയ്യരുത്. അത്ര ഉള്ളൂ. ഭാഗ്യത്തിനായാലും എൻ്റെ സിനിമ ചെയ്യുന്നില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പൊന്നിനെക്കുറിച്ച് നല്ല പൊന്നിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചാൽ പറഞ്ഞില്ലായിരുന്നു. ഇപ്പം ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ഫീമെയിൽ, എൻ്റെ കൂടെ ഉള്ള ഒരു ഫീമെയിൽ എനർജി എന്ന് പറയുന്ന പൊന്നാണ്. ഷീ ഈസ് ലൈക്ക് റിയലി ഫൈൻ, നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. ഓക്കെ, പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ എൻ്റെ ഷെറിൻ എന്ന് പറഞ്ഞൊരു കൂട്ടുകാരി എന്നോട് ചോദിച്ചത്, എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആരോടാണ് പറയാറുള്ളത്, അവരത് ചെയ്തു തരാറുണ്ടോ എന്നൊക്കെയാണ്. അത് നല്ല ക്വസ്റ്റ്യനാണ്. പക്ഷേ ഇപ്പം ഞാൻ എനിക്കിഷ്ടമുള്ളതൊന്നും ആരോടും പറയാറില്ല. എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യണം എന്നൊരു മൈൻഡായിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എനിക്കിഷ്ടമുള്ള പോലെ ഇപ്പോൾ ജീവിക്കുന്നു, അത്രേ ഉള്ളൂ. ഇഷ്ടമുള്ള കാര്യങ്ങൾ നേരത്തെ ഞാൻ കുറേ ഇങ്ങനെ പറയുമായിരുന്നു, ആരോടും പറയാറില്ല. ഇറ്റ്സ് ലൈക്ക് ഫൈൻ. കണ്ടോ, സീരിയസ് ആയിട്ട് പോകുന്നുണ്ടല്ലോ, പ്രശ്നമുള്ളൂ. ഓക്കെ. പിന്നെ റിങ്കു എന്ന് പറഞ്ഞുള്ള എൻ്റെ ഫ്രണ്ടുണ്ട്, ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരുമിച്ച് പഠിക്കുന്നത്. അപ്പം ആളെന്നോട് ചോദിച്ചത് എൻ്റെ ബക്കറ്റ് ലിസ്റ്റുള്ളൊരു കാര്യം. എൻ്റെ ബക്കറ്റ് ലിസ്റ്റുള്ളൊരു കാര്യം എല്ലാവരെയും പോലെ തന്നെ എനിക്കും ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്. അതാണ് എൻ്റെ ബക്കറ്റ് ലിസ്റ്റുള്ള കാര്യം. ഓക്കെ, ഐ ഗോട്ട് വേറെ നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ട്. വൺ ഓഫ് മൈ ഫേവറേറ്റ് പീപ്പിൾ തന്ന ഒരു ക്വസ്റ്റ്യൻ,
മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലാൻ ഇൻ യുവർ ബക്കറ്റ് ലിസ്റ്റ്. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പറഞ്ഞ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലും ഹെൽത്തി ബോഡി, ഹെൽത്തി മൈൻഡ്, അതാണ് എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ. അതൊക്കെ ബക്കറ്റ് ലിസ്റ്റിലുള്ള പ്ലാനാണ്. ഓക്കെ. പിന്നെ വെരി ബെസ്റ്റ് പീസ് ഓഫ് അഡ്വൈസ് യു ഗോട്ട് ഫ്രം സംവൺ. വെരി ബെസ്റ്റ് പീസ് ഓഫ് അഡ്വൈസ് എന്ന് പറയുമ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരാളുടെ അടുത്ത് കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഹീ സെറ്റ്, ആദ്യം ഒരു 20 പന്ന വീഡിയോ ഉണ്ടാക്കുക, എന്നിട്ട് അതിൽ നിന്ന് ലേൺ ചെയ്യാം, എന്നിട്ട് നിനക്ക് പറ്റുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗെറ്റ്, ആ ഒരു രീതിക്ക്. ആൻഡ് അതെനിക്ക് നല്ല മോട്ടിവേഷനായിരുന്നു, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതൊരു നല്ല അഡ്വൈസ് ആയിരുന്നു. താങ്ക് യു. പിന്നെ ഡ്രീം വെക്കേഷൻ, വേറെ ഏതെങ്കിലും രാജ്യത്തോട്ടൊക്കെ പോകുന്നത്. മെയിൻ ഇറ്റലിയൊക്കെ എനിക്ക് ഇഷ്ടം. റോം, ഇറ്റാലിയൻ മെൻ. അങ്ങനെയൊന്നുമില്ല, ഞാൻ അവരെ ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല. സോ അതാണ് എൻ്റെ ഡ്രീം വെക്കേഷൻ. അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ എല്ലാവർക്കും താങ്ക്സ്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ട ബഹുമാനം തരാതെയാണ് സംസാരിച്ചെങ്കിൽ അതിന് കുറച്ച് സോറി ഉണ്ട്. കാരണം ഞാൻ നിങ്ങൾക്ക് ബഹുമാനം തരുന്നുണ്ട് നിങ്ങൾ എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചതിന്. ആൻഡ് ഐ എം സോ ഹാപ്പി. Okay, hope you like this video and my makeup and everything that I said. Pinna, you have any more questions, you can comment it on the comment box. And ഇത് ഞാൻ ലൈവ് ചെയ്യുന്നതിലാണല്ലോ ചെയ്യുന്നത്. ഓക്കെ, എനിവേ എനിക്ക് ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. താങ്ക് യു ഫോർ വാച്ചിങ്.